ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു SIT. ഇരുവരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകും. ദേവസ്വം ബോർഡ് അംഗങ്ങളായ N വിജയകുമാറിനെയും KP ശങ്കർദാസിനെയും വൈകാതെ ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇരുവരെയും കേസിൽ പ്രതി ചേർക്കാത്തത് എന്താണെന്ന് ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് ചോദിച്ചിരുന്നു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, അന്വേഷണ സംഘത്തിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ് സത്യം. കോടതിയുടെ വിമർശനം കൂടിയായപ്പോൾ ഇനി വളരെ കടുത്ത നീക്കങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കടക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ചോദ്യം ചെയ്യുന്നത് വഴി എന്താണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്? ഒപ്പം തന്നെ ശങ്കർദാസിന്റെ അടക്കമുള്ള അറസ്റ്റ് നടപടികളിലേക്ക് ഉടൻ കടക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ജിൽസി സൈഫുദ്ദീൻ ഇപ്പോൾ അന്വേഷണ സംഘം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതായത് സ്വർണം പോയ വഴിയെക്കുറിച്ചാണ്. സ്വർണം എങ്ങോട്ടാണ്? ശബരിമലയിൽ നിന്ന് നേരത്തെ തന്നെ എടുത്തു കൊണ്ടുപോയി സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെയുള്ളവ പുറത്തേക്ക് വന്നു. അത് ഏത് രീതിയിലാണ്, ആരുടെയൊക്കെ അനുഭവത്തോടെയാണ് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയിരുന്നത്. ഒരു മാസം കൂടി അന്വേഷണം കൂടുതലായി ചോദിക്കുകയും അത് കോടതി അനുവദിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് കൂടുതൽ ഈ സ്വർണം എങ്ങോട്ടൊക്കെ പോയി, എങ്ങോട്ടൊക്കെ മാറ്റപ്പെട്ടു, ആരിലേക്കൊക്കെ എത്തി എന്ന കാര്യത്തിലുള്ള അന്വേഷണം നിലവിൽ അന്വേഷണ സംഘം നടത്തുന്നത്. നേരത്തെ ഈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ അവരെയൊക്കെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താനായിരുന്നു തീരുമാനിച്ചത്. പങ്കജ് ഭണ്ഡാരിയും ഒപ്പം തന്നെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനെയും ഒക്കെ അന്ന് സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താനായിരുന്നു അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നതെങ്കിൽ പിന്നീട് വീണ്ടും ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇവരുടെ പേര് പറയുകയും സ്വർണം മാറ്റിയതും സ്വർണം വെളുപ്പിച്ച് അത് വീണ്ടും പല സ്ഥലങ്ങളിലേക്കും എത്തിച്ചതും ഗോവർദ്ധനിലേക്ക് എത്തിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം ആ ഘട്ടത്തിലാണ് കണ്ടെത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും ഒപ്പം തന്നെ ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്യുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ. ഒപ്പം തന്നെ കോടതിയിൽ നിന്നും ഒരു പ്രധാനമായും ഉയർന്ന വിമർശനം എന്ന് പറയുന്നത് 2019 കാലത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന N വിജയകുമാറിനെയും ഒപ്പം തന്നെ ശങ്കർദാസിനെയും അവരുടെ പേരിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല, അവരെ എന്തുകൊണ്ട് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള ചോദ്യമാണ് കോടതി ചോദിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ പോകുന്നത്. ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ളത്. അതിനു മുമ്പ് തന്നെ ഇവരെ ചോദ്യം ചെയ്യുക, ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അത്തരം നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് ഒക്കെയാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ് ഈ പങ്കജ് ഭണ്ഡാരിയെയും ഒപ്പം തന്നെ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കത്ത് നൽകും, കസ്റ്റഡി അപേക്ഷ നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ നേരത്തെ രമേശ് ചെന്നിത്തല ഒക്കെ ഉന്നയിച്ചതുപോലെ മറ്റേതെങ്കിലും ബന്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വ്യക്തത വരുത്താനുള്ള നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം എന്തായാലും കടക്കുന്നത്. ഒപ്പം തന്നെ 2019 കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ഇരുവരെ കൂടി ചോദ്യം ചെയ്യുകയും തുടർന്ന് വേണമെങ്കിൽ അവരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങളും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. ശരി, വിജിനാണ് വിവരങ്ങൾ നൽകിയത്. ചടുലമായ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കുകയാണ്.